ജപ്പാനിൽ കപ്പലിൽ വന്ന് കപ്പൽ നിർത്തിയിട്ട് കുറച്ച് നേരം പുറത്തേക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നപ്പോഴാണ് തൊട്ട് പുറകിലൊരു കുന്നോളം മഞ്ഞ് പോലെയുള്ള ഒരു വെള്ള സാധനം ഇങ്ങനെ കിടക്കുന്നത് കണ്ട്. ജപ്പാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോർട്ടുകളിലൊന്നാണ്. അതായത് ഇവിടെ ഉള്ള അത്ര കാര്യങ്ങൾ വളരെ ഓർഗനൈസ്ഡ് മറ്റൊരു പോർട്ടിലും ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിരുന്നിട്ടും മഴയത്തും വെയിലത്തും ഇതുപോലെ എന്താണ് ഇട്ടിരിക്കുന്നുള്ളൊരു ക്യൂരിയോസിറ്റി മനസ്സിലുണ്ടായിരുന്നു. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് എന്തോ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിനുള്ള സംഭവമാണെന്നുള്ളത് മാത്രം അറിയായിരുന്നു. ഇവിടെ തന്നെ നോക്കി അറിയാം, ചെറിയൊരു ഏരിയയിൽ കുറേ വിൻഡ് മില്ലും കുറേ ടാങ്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജപ്പാൻ വളരെ നല്ല രീതിയിലാണ് ഈ ഒരു ഏരിയയെ പോലും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സാധനം എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി മനസ്സിലായിരുന്നു. അപ്പോൾ അതൊരു ബൾക്ക് ടെർമിനലായിരുന്നു. അവിടെ ആണെങ്കിൽ ഒരു ബുൾഡോസർ വന്നിരിക്കുന്ന ഒരു നീല നല്ല സുന്ദരിയായ ഒരു ട്രെയിലറിലേക്ക് ഈ സാധനം കയറ്റി കൊടുക്കുന്നതും അവിടെ വെച്ച് കാണാൻ പറ്റി. പക്ഷെ എന്നിരുന്നാലും ഇത് പൊടി പറക്കുന്ന പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ കപ്പലിൽ വന്നിട്ടുണ്ടായിരുന്ന ജപ്പാനിലുള്ളൊരു പൈലറ്റ് ഉണ്ടായിരുന്നു. അപ്പം പൈലറ്റിനോട് ഞാൻ കാര്യങ്ങൾ തിരക്കി. അപ്പം അദ്ദേഹമാണ് എന്നോട് പറഞ്ഞിരുന്നത് ഇത് ഇൻഡസ്ട്രിയൽ സോൾട്ട് ആണെന്ന്. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സോൾട്ട് ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ആ സോൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ തിരക്കിയപ്പോൾ അങ്ങേര് പറഞ്ഞാണ് കോസ്റ്റിക് സോഡ, ക്ലോറിൻ പോലുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടി ഇറക്കുന്നതാണിത്. അപ്പം ഇത് ഇവിടെ തൊട്ട് മുമ്പ് തന്നെയുള്ള ബർത്തിൽ വരുന്ന ഷിപ്പിൽ നിന്ന് ഇറക്കി വെച്ച് ഈ കൺവെയർ ബെൽറ്റ് വഴി ഇറക്കി വെച്ചിരിക്കുന്നതാണ്. ഈവൻ പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് പോലും ഈ ഒരു ഇൻഡസ്ട്രിയൽ സോൾട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ഇവർ ഷിപ്പിൽ നിന്ന് അൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രെയിനാണ് ഈ കാണുന്നത്. ആ യെല്ലോ കളറിലതാണ് അതിൻ്റെ ഒരു ഗ്രാബ് എന്ന് പറയുന്നൊരു സംഭവം. അത് വെച്ച് കോരി പുറത്ത് കളഞ്ഞ് ഇവിടുത്തെ ട്രെയിലർ വഴി മറ്റ് ഇൻഡസ്ട്രിയലിലേക്ക് കൊണ്ടുപോകാറാണ് ഇവിടെ പതിവെന്നാണ് കേട്ടത്.